RRB എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഒരു കുഞ്ഞു ഷോർട്ട് ആൻഡ് ക്രിസ്പ് ഇപ്പോൾ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ CA ഫോക്കസ് ബാച്ചിന്റെ കാര്യം ഓർമ്മിക്കുക. അതായത് കറണ്ട് അഫയേഴ്സ് മാത്രം ഈ 2026 വരാൻ പോകുന്ന SSC റെയിൽവേ എക്സാംസിന് ഫോക്കസ് ചെയ്ത് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് കഴിയുമ്പോൾ അടുത്ത 6 മാസത്തേക്ക് അടുത്ത കോഴ്സ് ആരംഭിക്കുന്നതാണ്. അത് കുഞ്ഞു കുഞ്ഞു ബാച്ചുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 6 മാസത്തെ ഈ ഒരു ബാച്ചിൽ നമ്മൾ 100+ hours ഓഫ് ലൈവ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. 3 മുതൽ 4 മണിക്കൂർ വരെ ക്ലാസ് ആണ് ഒരു വീക്കിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സും കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അതിനുശേഷം നമ്മൾ ഓരോ മാസം കഴിയുമ്പോഴും MCQs ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് MCQ റിവിഷൻ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആപ്പിൽ MCQ ടെസ്റ്റ് ഉണ്ടാവും. സോ ഇത്രയും പ്രോസസ്സ് കഴിയുന്നതോടുകൂടി ഒരു ബാച്ചിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾ ഓരോ മാസത്തിലും നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നതാണ്. സോ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ആസ്പിരന്റിന് വേറെ യാതൊരുവിധ ഡിഫറെന്റ് സോഴ്സും കറണ്ട് അഫയേഴ്സിനായിട്ട് ഫോളോ ചെയ്യേണ്ടി വരില്ല. ഈ ഒരു കോഴ്സ് മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുക നമ്മുടെ CA ഫോക്കസ് ബാച്ചിലേക്ക്. അപ്പോൾ കുറെ കാലമായില്ലേ എല്ലാവരും കറണ്ട് അഫയേഴ്സ് ടഫാണ്, കിട്ടുന്നില്ല എന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് നമ്മുടെ ബാച്ച് ട്രൈ ചെയ്ത് നോക്കുക. സോ ജോയിൻ ചെയ്യുക. ഓക്കെ, റെഡി? നമ്മുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്, 53rd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 53ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായി ചുമതലയേറ്റിരിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആയിരുന്നു നമ്മുടെ ഇതിന് 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് വന്നിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്യുക ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 124 പ്രകാരമാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 65 years ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ഭൂഷൺ രാമകൃഷ്ണ ഗവായിനെ റീപ്ലേസ് ചെയ്തിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ചീഫ് ജസ്റ്റിസ് അല്ലേ, അപ്പൊ ചീഫ് എന്ന് പറയുമ്പോൾ കുറച്ച് മെയിൻ ആണല്ലേ. നമ്മുടെ സൂര്യനും ഇച്ചിരി മെയിൻ അല്ലേ, ഒരു എന്താ പറയാ, ഒരു എനർജി സോഴ്സിൽ ഏറ്റവും വലുതാണ് സൂര്യൻ അല്ലേ. സോ അങ്ങനെ സൂര്യൻ ആലോചിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചീഫ് ജസ്റ്റിസ് അല്ലേ, സോ റിലേറ്റഡ് ടു ലോ അല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തെളിയിക്കണമെങ്കിൽ, നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ, തെളിയിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ശുഷ്കാന്തി ആയിരിക്കും അല്ലെ. ഒരു കാര്യത്തിനുള്ളാത്ത ശുഷ്കാന്തി നമുക്ക് അപ്പോൾ വരും. ദാറ്റ് ഇസ് സൂര്യകാന്ത്. ഓക്കെ, കാന്ത്. നെക്സ്റ്റ്, അപ്പൊ ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നൽസ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തായി? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായി. അതുകൊണ്ട് തന്നെ ഇപ്പോ നൽസ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് വന്നിരിക്കുന്ന ആളാണ് വിക്രം നാഥ്. നൽസ, ഓക്കെ, വിക്രം നാഥാണ് നൽസേന്റെ ചെയർമാനായിട്ട്, നൽസേന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, നമ്മൾ എങ്ങനെയാ ഇത് ആലോചിക്കാം? വിക്രം സിനിമേന്റെ ഫസ്റ്റ് പാർട്ട്, വിക്രം സിനിമേന്റെ ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കമലഹാസൻ ഫുള്ള് വെള്ളം അടിച്ചൊക്കെ നടക്കുന്ന സീനാണ് അല്ലെ. അപ്പൊ ഈ അടിക്കുന്നത് വിക്രമാണ്. നൽസ സൽസ എന്ന് ഓർക്കുക. നൽസയും സൽസയും ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ് അല്ലെ. സോ നൽസ സൽസ. അപ്പോ വിക്രം കുടിക്കുന്നത് എന്താണ്? ഇതെന്താണിത്? നിങ്ങൾ ആലോചിക്കുക, സൽസ, നമ്മുടെ കുഞ്ഞു രാമായണത്തിലെ സൽസ പാട്ട് ഓർക്കുക. ഓക്കെ, അപ്പൊ വിക്രം സൽസ, സൽസയല്ല നൽസ. ഓക്കെ, വിക്രം സൽസ നൽസ. ഓക്കെ, നെക്സ്റ്റ്, രാജ്കുമാർ ഗോയൽ ടേക്ക് ഓത്ത് ആസ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി പ്രസിഡന്റ് ദ്രൗപതി മുർമു റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് രാജ്കുമാർ ഗോയൽ. ആരാണ്? രാജ്കുമാർ ഗോയൽ. അപ്പൊ സെപ്റ്റംബർ 13 ഹീരാലാൽ സമാരിയുടെ ടെന്യൂർ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് രാജ്കുമാർ ഗോയൽ. അപ്പൊ ഇൻഫർമേഷൻ കമ്മീഷണർ ആണല്ലേ. രാജാവ് ഭയങ്കര റോയൽ ആയിട്ടിരുന്ന ആളാണ്. അപ്പൊ രാജാവിന്റെ അടുത്ത് എല്ലാവരും പോയി പറയല്ലേ, രാജാവ് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ, ഫുൾ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, നാട്ടുരാജ്യങ്ങൾ യുദ്ധത്തിന് വരുന്നു, അങ്ങനെയൊക്കെ കുറെ ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ. ആർക്ക്? രാജാവിന്. സോ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഒരു രാജാവാണ്.
രാജാവ് റോയൽ അല്ലേ, സോ ഗോയൽ. രാജ്കുമാർ ഗോയൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. രാജ്കുമാർ ഗോയൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. റെഡി? നെക്സ്റ്റ് മിസ്റ്റർ ഖാലിദ് എൽ എനാനി. മിസ്റ്റർ ഖാലിദ് എൽ എനാനി ടേക്ക് ഓത്ത് ആസ് ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ. യുനെസ്കോ എന്ന് പറയുമ്പോൾ നമുക്ക് പൈതൃക പട്ടികയും കാര്യങ്ങളും ഒക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലെ, യുനെസ്കോ. അപ്പോ ഖാലിദ് എൽ എനാനി എന്ന് പറയുന്നത് ഫോമർ മിനിസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ആന്റിക്വിറ്റീസ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക, ഈജിപ്തിന്റെ. സോ ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഖാലിദ് എൽ ഇനാനി. ഖാലിദ് എൽ എനാനി. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് അറബ് ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ. യുനെസ്കോന്റെ ഫസ്റ്റ് അറബ് ഡയറക്ടർ ജനറൽ ആണ് മിസ്റ്റർ ഖാലിദ് എൽ എനാനി. അപ്പൊ പൈതൃകമാണല്ലേ. അപ്പൊ യുനാനി ചികിത്സ നിങ്ങൾ കേട്ടിട്ടില്ലേ? യുനാനി എനാനി പൈതൃകം. പണ്ടേ ഉള്ള ഒരു ട്രഡീഷണൽ ചികിത്സാ രീതിയാണ് യുനാനി എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഇസ് എനാനി. യുനെസ്കോ ഒരു യുനാനി യുനാനി. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുക. പൈതൃകം ഒക്കെ അല്ലേ, നമ്മുടെ പൈതൃകപരമായിട്ടുള്ള ചികിത്സയാണ് യുനാനി. ദാറ്റ് ഇസ് എനാനി. ഒന്ന് ആലോചിക്കാം. അപ്പൊ എല്ലിന് യുനാനി നടത്തുകയാണെന്ന് ആലോചിച്ചോളൂ. ദാറ്റ് ഇസ് ഖാലിദ് എൽ എനാനി. യുനാനി എനാനി. നെക്സ്റ്റ് നമ്മുടെ കറന്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ആർ വെങ്കിട്ടരമണി എന്ന് പറയുന്നത്. ആർ വെങ്കിട്ടരമണി നമ്മുടെ കറന്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. സോ അവരുടെ ടെന്യൂർ ഇപ്പൊ എന്ത് ചെയ്തു? നീട്ടി. അവരുടെ ടെന്യൂർ നീട്ടി. അപ്പൊ ഇവരുടെ ടെന്യൂർ ഇപ്പോ 2027 വരെ നീട്ടിയിട്ടുണ്ട്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസർ ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഈ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ആർ വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ വെങ്കട്ടരമണി. അപ്പോ ലീഗൽ അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലീഗൽ അഡ്വൈസർ ആണ്. സ്റ്റേറ്റ് ലീഗൽ പ്രൊസീഡിങ്സിലൊക്കെ സ്റ്റേറ്റ് ലീഗൽ പ്രൊസീഡിങ്സിലൊക്കെ എസ്പെഷ്യലി സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് അറ്റോർണി ജനറൽ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കാം. പ്രവീർ രഞ്ജൻ ആണ് CISFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പ്രവീർ രഞ്ജൻ CISFന്റെ ഡയറക്ടർ ജനറൽ ആണ് പ്രവീർ രഞ്ജൻ. നെക്സ്റ്റ് BCCIയുടെ പ്രസിഡന്റ്, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് മിഥുൻ മൻഹാസ്. ഇപ്പൊ ക്രിക്കറ്റ് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഇപ്പൊ ICC മെൻസ് ചാമ്പ്യൻഷിപ്പിലാണെങ്കിലും OD വേൾഡ് കപ്പ്, OD വുമൺസിലാണെങ്കിലും, പിന്നെ നമ്മുടെ T20 വേൾഡ് കപ്പിൽ T20 2024 ഒക്കെ ഇന്ത്യ ജയിച്ച് കണ്ടപ്പോൾ നമ്മുടെ എന്താണ്, ഭയങ്കര സന്തോഷാണല്ലേ നമുക്ക്. ഫുൾ ഹാപ്പി. ദാറ്റ് ഇസ് മൻഹാസ്. സന്തോഷാണ് നമുക്ക്. അപ്പോ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ട് എന്നറിയാം. മിഥുൻ മൻഹാസ്. അപ്പോ BCCIയുടെ 37ാമത് പ്രസിഡന്റ് ആണ് മിഥുൻ മൻഹാസ് എന്ന് പറയുന്നത്. ഇപ്പോ ആരല്ല, അതായത് റോജർ ബിന്നി അല്ല. BCCIന്റെ സെക്രട്ടറി ആരാ? BCCIന്റെ സെക്രട്ടറി ആണ് ദേവജിത്ത് സൈക്യ. ICCIന്റെ CEO ആരാ? ICCI CEO റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ആയതാണ് സഞ്ജോഗ് ഗുപ്ത. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് NCAERന്റെ നെക്സ്റ്റ് ഡയറക്ടർ ജനറൽ ആണ് സുരേഷ് ഗോയൽ. നെക്സ്റ്റ് ചീഫ് ഓഫ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റോന്റെ പുതിയ ചീഫാണ് പരാഗ് ജെയിൻ. അപ്പൊ റോന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ ചീഫാണ് പരാഗ് ജെയിൻ എന്ന് പറയുന്നത്. റെഡി? നെക്സ്റ്റ് സശസ്ത്ര സീമാബൽ
SSB സശസ്ത്ര സീമാ ബല്ലിന്റെ പുതിയ DG ആണ് സഞ്ജയ് സിംഗൽ. സശസ്ത്ര സീമാ ബല്ലിന്റെ SSBന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് സഞ്ജയ് സിംഗൽ. ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരാണ്? പരമേശ് ശിവമണി. പാരമീനിനെ ഓർക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് കടലും തിരയും തീരങ്ങളുമാണ് ഓർമ്മ വരിക അല്ലെ. അപ്പൊ കടലിൽ ആരുണ്ട്? പാരമീൻ. ദാറ്റ് ഇസ് പരമേശ് ശിവമണി. പാരമീനിനെ ഓർക്കുക. ദാറ്റ് ഇസ് പരമേശ് ശിവമണി. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ്? അമർപ്രീത് സിംഗ്. അമർപ്രീത് സിംഗ്. ഇപ്പൊ സശസ്ത്ര സീമാ ബല്ലിന് നമ്മുടെ നടി സീമയില്ലേ, അവര് കുറെ പാടി അഭിനയിക്കാറൊക്കെ ഉണ്ട് അല്ലെ. സശസ്ത്ര സീമാ ബൽ സിംഗൽ അവര് കുറെ പാടിയിട്ടൊക്കെ അഭിനയിക്കാറുണ്ടെന്ന് ആലോചിക്കുക. സഞ്ജയ് സിംഗൽ. കോസ്റ്റ് ഗാർഡ് എന്താ? പരമേശ്. കോസ്റ്റില് പാരമീനുണ്ട്. ദാറ്റ് ഇസ് പരമേശ് ശിവമണി. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് അമർപ്രീത് സിംഗ്. വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി ആണ് വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഉപേന്ദ്ര ദ്വിവേദി. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ദിനേശ് കുമാർ ത്രിപതി. വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് സഞ്ജയ് വത്സ്യൻ. നേവി അല്ലേ, കടലുമായി ഒക്കെ റിലേറ്റഡ് ആണ്. മത്സ്യം വത്സ്യൻ എന്ന് ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് സഞ്ജയ് വത്സ്യൻ. SSBന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? സഞ്ജയ് സിംഗൽ. സീമയും സിംഗും ഓർക്കുക. റെഡി. ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് അജിത് ഡോവാൽ. ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് അജിത് ഡോവാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ്സ്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് എന്തൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ. കൂടാതെ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കാതിരിക്കുക. കറണ്ട് അഫയേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ബാച്ചാണ് CA ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി മുതൽ CA പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആർക്കും വേണ്ട. സൂപ്പർ ആയിട്ട് CA പഠിക്കാം. അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എന്റെ ടെലിഗ്രാം ചാനലിലും കൂടിയും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡ് ബൈ. സീ യു.